എന്താ പൊങ്ങച്ചം? അതെ, ഒരു നാൾ നന്നല്ല ഈ പൊങ്ങച്ചം. അതും കൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പൊങ്ങച്ചത്തിനെ കുറിച്ചാ. നിങ്ങൾ എല്ലാവരും എന്നെ നോക്കിക്കേ, എൻ്റെ ഡ്രസ്സാണ്, നല്ല ഭംഗിയല്ലേ? 3000 രൂപ ഇതിന്. ഞാൻ പൊങ്ങച്ചം പറയല്ല, നിങ്ങളുടെയൊക്കെ മുൻപിൽ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ, അതിനു വേണ്ടി പറഞ്ഞ. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ ട്രെയിൻ മിസ്സായി. ബാക്കി ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം ഒരു കാറും വിളിച്ച് ഇവിടെ വരെ വന്നേനെ. രൂപ 10,000. ഞാൻ ഈ ബസ്സിന്റെ കമ്പിയിലൊന്നും തൂങ്ങിപ്പിടിച്ച് വരാറില്ല, എനിക്കത് ശീലവുമല്ല. ഞാൻ പൊങ്ങച്ചം പറയല്ല, ഇവിടെ വരെ വന്നേന്റെ റിസ്ക് നിങ്ങളോട് പറഞ്ഞ. പലതരം പൊങ്ങച്ചക്കാരെ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല സൗന്ദര്യമാണ്, എനിക്ക് നല്ല വിദ്യാഭ്യാസമാണ്, എനിക്ക് നല്ല കാറാണ്, എനിക്ക് നല്ല ഭർത്താവാണെന്നും പറഞ്ഞു മറ്റുള്ളവരുടെ സാരിയും മേടിച്ച് അതും എടുത്ത് കല്യാണത്തിന് പോയി സ്വന്തം കൊണ്ട് മേടിച്ച സാരിയാന്നും പറഞ്ഞു പൊങ്ങച്ചം കാണിക്കുന്ന എന്തോ ഒരു ആന്റിമാര് നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ അമ്മ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ നമ്മളെ എവിടെ തിരിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട്. എന്താ? സ്മാർട്ട് വാച്ച്. പേരിൽ മാത്രം സ്മാർട്ടും കൈ കെട്ടിയ ഉപയോഗത്തിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഈ സാധനം വെച്ച് എന്ത് പൊങ്ങച്ചം കാണിക്കാനാണോന്നാ എനിക്ക് മനസ്സിലാവാത്ത. എൻ്റെ പപ്പേൻ്റെയിലും ഉണ്ട് ഒരെണ്ണം. 10 മണിക്ക് നോക്കിയാ 12 മണിയായി കാണിക്കും. അതിച്ചിരി ഓവർ സ്മാർട്ടായി പോയി. എന്തോ ചെയ്യാനാ. എൻ്റെ ആൻറ്റി പുള്ളിക്കാരത്തി SP ആണേ. പുള്ളിക്കാരത്തിനുള്ള പാചകക്കാരെന്ന് പറഞ്ഞ് സ്വയം പൊങ്ങച്ചം പറയുന്ന ആളുടെ ഒരു ഹോബിയാ. ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയി. നല്ല അടിപൊളി ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് ഇച്ചിരി ബിരിയാണി ഞങ്ങൾക്കും തന്ന്. എന്തെന്ന് സീർക്കോ, അടിപൊളി ബിരിയാണിയെന്നും പറഞ്ഞ് അടിപൊളിയുള്ള ബിരിയാണിയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതൊരൊന്നര ബിരിയാണിയായിപ്പോയി. എൻ്റെ ചേട്ടൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചേട്ടനോട് അമ്മാവനെ എപ്പോഴും പറയും, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് നല്ല മാർക്കായിരുന്നു, ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞോണ്ടേ ഇരിക്കും. ചേട്ടാ എപ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിലോ അയ്യോ അമ്മാവന് ഇത്രയും മാർക്ക് ഉണ്ടല്ലോ, എനിക്ക് മാർക്ക് കിട്ടുള്ള പേടിയാ. ഒരു ദിവസം ഞങ്ങൾ എന്തോന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാ അമ്മാവൻ്റെ SLC ബുക്ക് കാണുന്നേ. എൻ്റെ ദൈവമേ, അമ്മാവന് മാത്രമേ വേറെ ഏതേലും ഒരു ഗ്രേഡ് കണ്ടെത്തേണ്ടി വരും. അത് കണ്ടതോടെയാ എൻ്റെ ചേട്ടൻ സമാധാനത്തോടെ ഇരുന്നൊന്ന് പഠിക്കുന്നത്. എൻ്റെ മാമനെ സമയം കിട്ടുമ്പോ എപ്പോഴും സ്റ്റാൻഡപ്പ് എൻ്റെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം ആൻറ്റി ചോദിച്ച്, എന്തിനാ മനുഷ്യ ഈ സ്റ്റാൻഡപ്പ് എന്നെ 24 മണിക്കൂർ കാണുന്നേന്ന്. അപ്പൊ അങ്കിള് പറയാ, ഇവാനെ ഞാൻ തലോട്ട കൊച്ച, ഇവളെ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്നു. ഇപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാൻ പോയിട്ട് എന്നെക്കാൾ പൊങ്ങച്ച അങ്കിൾക്കാ. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും പൊങ്ങച്ച, എനിക്ക് മാത്രമേ പൊങ്ങച്ചല്ലാത്തുള്ളൂ. ഈ പൊങ്ങച്ചക്കാരുടെ ഒക്കെ ഇടയിൽ ഞാൻ എങ്ങനെ ജീവിക്കാനാ? കണ്ടറിയാം. കണ്ണൻ രവി ഗ്രൂപ്പ് പ്രസൻസ് വെസ്റ്റ് സോൺ ഫ്ലവേഴ്സ് അക്ക പൊന്നുണക്കാഴ്ച 2025.